ടൈറ്റാനിക് മുങ്ങുമ്പോൾ ഉയർന്നു കേട്ട ഏറ്റവും വലിയ കമാൻഡ് ആണ് അബാൻഡൻ ഷിപ്പ്. എല്ലാവരും നിർബന്ധമായും കപ്പൽ ഉപേക്ഷിക്കുക. ഒരിക്കലും മുങ്ങാത്ത കപ്പലെന്ന് വിശേഷിപ്പിച്ച ടൈറ്റാനിക് കന്നിയാത്രയിൽ മുങ്ങുകയാണ്. അടുത്ത കമാൻഡ് വന്നു, സ്ത്രീകളും കുട്ടികളും മാത്രം ലൈഫ് ബോട്ടിൽ കയറുക. ഒരു വശത്ത് കപ്പലിലെ കുറേ സംഗീതജ്ഞർ നിയറർ മൈ ഗോഡ് ടു ദീ എന്ന പാട്ട് പാടുന്നു. അനേക നിസ്വാർത്ഥതയുടെയും ത്യാഗത്തിൻ്റെയും പ്രവൃത്തികൾ ചുറ്റും നടക്കുന്നു. തങ്ങളുടെ ജീവൻ ത്യാഗം ചെയ്തു പോലും പലരും അനേകരുടെ ജീവിതം രക്ഷിക്കുന്ന നിമിഷങ്ങൾ. എങ്ങനെയെങ്കിലും ഈ ദുരന്തം അതിൻ്റെ മോശമായ അവസ്ഥയിലെത്താതിരിക്കുവാൻ എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുന്നു. എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു വില കുറഞ്ഞ സ്വാർത്ഥമായ പ്രവൃത്തി ഉണ്ടായി. ഒരു പ്രായമുള്ള സ്ത്രീ ഒരു ഷാളിട്ട് മുഖം മറച്ച് ലൈഫ് ബോട്ടിൽ സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുന്നു. ലൈഫ് ബോട്ട് നിയന്ത്രിച്ച ഓഫീസർ മറഞ്ഞിരിക്കുന്ന ഈ സ്ത്രീയെ ശ്രദ്ധിച്ചു. മുഖത്ത് നിന്ന് ഷാൾ മാറ്റുവാൻ വിസമ്മതിച്ച ആ സ്ത്രീയുടെ ഷാൾ വലിച്ചു മാറ്റിയ ഓഫീസർ കണ്ടത് ഒരു പ്രായമുള്ള അമ്മയെയോ ഒരു മാതാവിനെയോ ഒരു സ്ത്രീയെയോ അല്ലായിരുന്നു. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു യൗവനക്കാരൻ ആയിരുന്നു. കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്കിലും ലൈഫ് ബോട്ടിൽ നിന്നും അദ്ദേഹത്തെ ഇറക്കിവിട്ടു. നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുക്കിക്കളയുന്ന, നമ്മെ കാർന്ന് തിന്നുന്ന ആ ദുഷ്ടതയാണ് സ്വാർത്ഥത. സ്വാർത്ഥമായ നമ്മുടെ ആ ചിന്ത അത് തൻ്റെ ഇരിപ്പിടം ഏത് പ്രശ്നങ്ങളുടെ നടുവിലും കണ്ടുപിടിക്കും. നമ്മുടെ ജീവിതത്തെ തന്നെ തകർക്കുന്ന സ്വാർത്ഥതയെ നാം ഇറക്കിവിട്ടാൽ നമുക്ക് സമാധാനമുണ്ടാകും. നമ്മുടെ അഹംഭാവം പല രൂപങ്ങളായി നമ്മുടെ ജീവിതത്തിൽ ഇടം പിടിക്കും. അത് മറ്റുള്ളവർ തകരുന്നുണ്ടോ, അവർക്ക് വേദനിക്കുന്നുണ്ടോ എന്നൊന്നും വകവയ്ക്കില്ല. അത് നമ്മെ അന്ധരാക്കും. നമ്മെ തകർക്കും വരെയും ആ സ്വാർത്ഥത നമ്മെ ഇറുക്കിപ്പിടിക്കും. നമുക്ക് ഈ ഭൂമിയിൽ സമാധാനമുള്ള ഒരു ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം ത്യാഗമനോഭാവമാണ്. സ്വാർത്ഥതയിൽ പടുത്തുയർത്തിയത് നിലം പതിക്കുമ്പോൾ നിസ്വാർത്ഥതയിൽ രൂപപ്പെടുന്നത് നിലനിൽക്കും. നാം വിട്ടുകൊടുക്കുമ്പോൾ വേദനയും കണ്ണുനീരും ഒക്കെ ഉണ്ടാകും. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് കരുതും എന്ന് നാം വിശ്വസിക്കണം. നിസ്വാർത്ഥരാകുവാനാണ് ദൈവം നമുക്കൊരു ക്രൂശ് നൽകുന്നത്. ക്രൂശിന്മേൽ തറയ്ക്കപ്പെട്ട ഒരു ജീവിതം നമ്മെ ക്രൂശോട് ചേർത്ത് നിർത്തി ദൈവഹിതം വെളിപ്പെടുവാൻ സഹായിക്കുന്നു. സ്വാർത്ഥത നിങ്ങളുടെ ജീവിതമാകുന്ന ബോട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ടോ? നമ്മുടെ കമാൻഡറായ കർത്താവിനോട് അത് ഏറ്റുപറയുക. കർത്താവ് തൻ്റെ സ്നേഹവും കൃപയും നമ്മിൽ പകരട്ടെ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും.